നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. MT വാസുദേവൻ നായർക്ക് സ്നേഹനിർഭരമായ യാത്രാമൊഴി. കൊടകര വട്ടേക്കാട് വീടുകയറി ആക്രമണം, 2 പേർ കുത്തേറ്റ് മരിച്ചു. ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബറോയ് എന്ന നാടകം ഡിസംബർ 28, 29, 30 തീയതികളിൽ കൊടകരയിൽ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കമായി. തുമ്പൂർമുഴിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി, ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. മലയാളികളുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർക്ക് സ്നേഹനിർഭരമായ യാത്രാമൊഴി ചൊല്ലി മലയാളം. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ആരാധകരും സ്നേഹിതരും അടക്കം ആയിരങ്ങൾ MTക്ക് അന്ത്യയാത്രാമൊഴിയേകി. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ തലമുറകളെ പ്രചോദിപ്പിക്കുന്നൊരോർമ്മ ദീപമായി MT. കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിൽ ഒരു രാത്രിയും ഒരു പകലും നീണ്ട പൊതുദർശനം അവസാനിച്ചത് വൈകിട്ട് 3:30-ഓടെ. പൊതുദർശന തിരക്കും വിലാപയാത്രയിലെ ആൾക്കൂട്ടവും അന്ത്യയാത്രയിൽ ആഗ്രഹിച്ചിരുന്നില്ല MT എങ്കിലും പ്രിയപ്പെട്ടവരുടെ സ്നേഹസമ്മർദ്ദങ്ങൾക്ക് കുടുംബം വഴങ്ങിയതോടെയാണ് MTക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ആരാധകർക്കും നാട്ടുകാർക്കും വഴിയൊരുങ്ങിയത്. സഹോദരപുത്രൻ സതീശന്റെ നേതൃത്വത്തിൽ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതശരീരം വീട്ടിൽ നിന്ന് ഇറക്കുമ്പോഴും പ്രിയ കഥാകാരനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ വരിയിൽ ബാക്കിയായിരുന്നു. കാത്തുനിന്ന ആരാധക കൂട്ടം MTക്കൊപ്പം നടന്നപ്പോൾ അന്ത്യയാത്ര ആരുടെയും ആസൂത്രണമില്ലാതെ തന്നെ ഒരു വിലാപയാത്രയായി മാറി. കൊട്ടാരം റോഡിലെ സിത്താരയ്ക്കും മാവൂർ റോഡിലെ സ്മൃതിപഥത്തിനുമിടയിലെ 2 കിലോമീറ്റർ ദൂരത്തിൽ നഗരവീഥികളിലുടനീളം പ്രിയ കഥാകാരനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനം നിറഞ്ഞു. 4:45-ഓടെ മൃതശരീരം എത്തിക്കുമ്പോഴേക്കും സ്മൃതിപഥവും പരിസരവും ആൾക്കൂട്ടത്താൽ മൂടിയിരുന്നു. കൊടകരയിൽ 4 വർഷം മുൻപ് ക്രിസ്മസ് രാത്രിയിൽ നടന്ന ആക്രമണത്തിന്റെ പ്രതികാരം തീർക്കാൻ വീടുകയറി ആക്രമണം നടത്തുന്നതിനിടെ 2 പേർ കുത്തേറ്റ് മരിച്ചു. കൊടകര വട്ടേക്കാട് കല്ലിങ്ങപ്പുറം വീട്ടിൽ 29 വയസ്സുള്ള സുജിത്ത്, മഠത്തിക്കാട്ടിൽ വീട്ടിൽ 28 വയസ്സുള്ള അഭിഷേക് എന്നിവരാണ് മരിച്ചത്. അഭിഷേകും മറ്റ് 2 പേരും ചേർന്ന് കൊടകര വട്ടേക്കാടുള്ള സുജിത്തിനെ വീടുകയറി ആക്രമിക്കുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 11:30-ഓടെയായിരുന്നു സംഭവം. ഹരീഷ്, വിവേക്, അഭിഷേക് എന്നിവരാണ് സുജിത്തിന്റെ വീട്ടിൽ ആക്രമിക്കാൻ കയറിയത്. കുത്തുകൊണ്ട സുജിത്ത് പ്രതിരോധിക്കുന്നതിനിടെ അഭിഷേകിനും കുത്തേൽക്കുകയായിരുന്നു. ആക്രമണത്തിൽ സുജിത്തിന്റെ സഹോദരൻ സുധീഷിനും പരിക്കേറ്റിരുന്നു. സംഭവശേഷം രക്ഷപ്പെടുന്നതിനിടെ അഭിഷേകും സുഹൃത്തുക്കളും സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞ് അപകടം ഉണ്ടാവുകയും റോഡിൽ കിടന്നവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിവേക് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ആക്രമണം. വിവേകിനെ 4 കൊല്ലം മുൻപ് ക്രിസ്മസ് രാത്രിയിൽ സുജിത്ത് കുത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് കഴിഞ്ഞ രാത്രിയിൽ 3-അംഗ സംഘം സുജിത്തിന്റെ വീട്ടിൽ കയറിയത്. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ IPS തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബറോയ് എന്ന നാടകം ഡിസംബർ 28, 29, 30 തീയതികളിൽ കൊടകരയിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് അവതരണം നടക്കുക. ഫ്രഞ്ച് നാടക എഴുത്തുകാരനും സംവിധായകനുമായ ആൽഫ്രഡ് ജാറിയുടെ ഉബറോയ് എന്ന നാടകമാണ് ദീപൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ സിനിമാ നാടകരംഗത്തെ പ്രഗത്ഭരായ ജെയിംസ് ഏലിയ, ഗോപാലൻ, ജോസ് പി റാഫേൽ എന്നിവരെല്ലാം അഭിനയിക്കുന്നു. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിക്കുന്ന ഈ നാടകം ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് അവതരിപ്പിക്കുന്നത്.
സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. ലിസൺ, ജനറൽ കൺവീനർ ഒ.പി. സുധീഷ്, പബ്ലിസിറ്റി കൺവീനർ തച്ചൻ ബാബു, ബിജു സി.എൽ. എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. 2024 ഡിസംബർ 28, 29, 30 തീയതികൾ കൊടകരയ്ക്ക് ഏറെ പ്രത്യേകതയുള്ള ദിവസങ്ങളാകാൻ പോവുകയാണ്. കാരണം നമ്മുടെ നാട്ടുകാരനായ ലോക നാടകവേദിയിലെ എണ്ണപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നായ പ്രിയപ്പെട്ട ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഉബുറോ എന്ന നാടകം കൊടകരയിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഈ പ്രത്യേകത. തുമ്പൂർമൊഴിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർക്ക് പരിക്ക്. വെറ്റിലപ്പാറ മാള റൂട്ടിലോടുന്ന സുൽത്താൻ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 6:45ഓടെയാണ് സംഭവം. വെറ്റിലപ്പാറയിൽ നിന്നും ചാലക്കുടിക്ക് പോകുന്ന വഴിയിൽ തുമ്പൂർമൊഴി 10 വെച്ചാണ് അപകടമുണ്ടായത്. വളവിൽ നിയന്ത്രണം വിട്ട വാഹനം കലുങ്കിൽ തട്ടിയതിനു ശേഷം വീട്ടുവളപ്പിലേക്ക് കയറുകയായിരുന്നു. കലുങ്കിൽ ഇടിച്ച് ബസിന്റെ ഗതി മാറിയതിനാൽ വീടിന് സമീപമാണ് വാഹനം നിന്നത്. അല്ലായിരുന്നെങ്കിൽ വീട്ടിലേക്ക് ബസ് ഇടിച്ചു കയറുമായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ വെറ്റിലപ്പാറ സ്വദേശി നിഖിലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കമായി. കേന്ദ്രത്തിലെ BJP സർക്കാർ കോർപ്പറേറ്റുകളെയും കുത്തകകളെയും സംരക്ഷിക്കുകയും തൊഴിലാളി വർഗ താൽപര്യങ്ങൾ അവഗണിക്കുകയുമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ പറഞ്ഞു. ചാലക്കുടി ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ PM ശ്രീധരൻ നഗറിൽ നടക്കുന്ന CPM ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുസ്മൃതി നടപ്പാക്കാനും അതുവഴി ഹിന്ദുത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും വളത്തിന്റെയും ഭക്ഷ്യവസ്തുക്കളുടെയും സബ്സിഡി വെട്ടിക്കുറച്ചതും ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ വികസനം എന്നീ മേഖലകളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമ്മേളന നഗരിയിൽ മുൻ ഏരിയ സെക്രട്ടറി TA ജോണി പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി അംഗം KP തോമസ് യോഗത്തിൽ താൽക്കാലികമായി അധ്യക്ഷത വഹിച്ചു. MJ ബെന്നി രക്തസാക്ഷി പ്രമേയവും ജനീഷ് P ജോസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ TP ജോണി സ്വാഗതം പറഞ്ഞു. KP തോമസ്, CK ശശി, MN ശശിധരൻ, CG സിനി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിസ്, UP ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി എന്നിവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. 14 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 166 പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം പ്രവർത്തന സംഘടനാ റിപ്പോർട്ടിൽ പൊതുചർച്ച ആരംഭിച്ചു. വെള്ളിയാഴ്ചയും ചർച്ച തുടരും. മറുപടി, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നിവ പൂർത്തിയാക്കി ശനിയാഴ്ച സമ്മേളനം സമാപിക്കും. ലോക്കൽ സമ്മേളനം വരെയുള്ള സമ്മേളനം പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനമുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
MT വാസുദേവൻ നായർക്ക് സ്നേഹനിർഭരമായ യാത്രാമൊഴി. കൊടകര വട്ടേക്കാട് വീടുകയറി ആക്രമണം, 2 പേർ കുത്തേറ്റ് മരിച്ചു. ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബ്രോയ് എന്ന നാടകം ഡിസംബർ 28, 29, 30 തീയതികളിൽ കൊടകരയിൽ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കമായി. തുമ്പൂർമുഴിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചുകയറി, ഡ്രൈവർക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.